ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം സുമാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് സുദാമ ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാനിൽ നിന്ന് കിട്ടിയ ഐശ്വര്യ സമൃദ്ധികൾ അമിതമായിട്ടുള്ള സുഖ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ എന്ന തീരുമാനത്തിൽ കുചേലൻ എത്തിയ കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അങ്ങനെ വിഷയസുഖങ്ങളിൽ ആസക്തിയില്ലാതെ ഐശ്വര്യ സമൃദ്ധികൾ ഭഗവത് പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് കുടുംബത്ത് ഭാര്യയും ഒത്ത് ശാന്തമായിട്ട് അനായാസന ജീവിതം നയിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അനേകം ഭോജ്യങ്ങൾ ഭഗവാന് സമർപ്പിച്ച ശേഷം പ്രസാദമായിട്ട് സ്വീകരിച്ചാണ് അദ്ദേഹം ആസ്വദിച്ചിരുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ കാരുണ്യത്താൽ ഭൗതികമായിട്ടുള്ള സമ്പത്ത്, കീർത്തി, അധികാരം, വിദ്യാഭ്യാസം, സൗന്ദര്യം തുടങ്ങിയ ഐശ്വര്യങ്ങൾ നമുക്ക് കൈവന്നാൽ അവയെല്ലാം വരദാനമായിട്ട് കണക്കാക്കിക്കൊണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ സേവനത്തിനായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അത് ധർമ്മമാണ്. അവയൊന്നും വിഷയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കാനുള്ളതല്ല. ജ്ഞാനിയായ ഭഗവാന്റെ പദവിക്ക് ജ്ഞാനിയായ ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ബ്രാഹ്മണന്റെ പദവിക്ക് ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ അതേപടി തന്നെ തുടർന്നും നിലനിർത്താനുള്ള മാർഗം ആണ് കുചേലൻ സ്വീകരിച്ചത് എന്നർത്ഥം. അദ്ദേഹത്തിന്റെ കൃഷ്ണോന്മുഖമായിട്ടുള്ള ഭക്തിവാത്സല്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്തു. ഏത് കാര്യത്തിനും ചെലവഴിക്കുന്നു എന്നതനുസരിച്ചുകൊണ്ട് അപകർഷത്തിനും ഉത്കർഷത്തിനും ഒരേപോലെ കാരണമായി ഭവിക്കുന്നതാണ് ഭൗതിക സമ്പത്ത് എന്ന് പറയുന്നത്. വിഷയസുഖങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നതെങ്കിൽ അപകർഷം തീർച്ച. ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ അത് ഉത്കർഷത്തിന് നിദാനമായി മാറുകയും ചെയ്യും. അപ്പം ഒരേ കാര്യം തന്നെ നമ്മുടെ വീക്ഷണവും ഭാവവും ഒന്ന് മാറ്റിയാൽ മതി. നമുക്ക് ഏത് കാലത്തായാലും വേണ്ടില്ല, ജീവിതത്തിൽ എന്തെങ്കിലും സുഖവും സമൃദ്ധിയും സമാധാനവും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപയോഗിക്കുന്നതും ഈ ദൈവിക സമ്പത്തിനെ പോഷിപ്പിക്കുന്ന വിധത്തിൽ വേണം ഉപയോഗിക്കാൻ. അതിനെ ദുർവിനിയോഗം ചെയ്താൽ അപകർഷം അഥവാ അധപ്പതനമുണ്ടാകും, ദുഃഖകാരണങ്ങളുണ്ടാകും എന്നർത്ഥം. അത് ബന്ധനങ്ങളായി മാറുകയും ചെയ്യും. അതേസമയം ആ കിട്ടുന്ന ഐശ്വര്യങ്ങളെല്ലാം ഈശ്വരോന്മുഖമായിട്ട് ഈശ്വര വിചാരത്തോടുകൂടി ഈശ്വരോന്മുഖമായിട്ടുള്ള ആ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാലോ അതാണ് ദേവാൻ ഭാവേ താനേനതേ ദേവ എന്ന് പറഞ്ഞത്. ഈശ്വരന്റെ ഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ജീവിക്കേണ്ടതെന്നർത്ഥം. നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മൾ വാസനാബലത്താലും ഈ കർമ്മബന്ധനങ്ങളിൽ പെടുന്ന വിധത്തിലുള്ള വാസനാബലമാണ് നമുക്കുള്ളത് എന്നർത്ഥം. അപ്പൊ ഈശ്വരഹിതമനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാലോ ഒരു കാരണവശാലും നമ്മളെ ബന്ധനത്തിൽപ്പെടുത്തില്ല എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടിയിരിക്കുന്നതൊക്കെ യോഗക്ഷേമമായിട്ട് മാറുകയും ചെയ്യും എന്നർത്ഥം. അതാണ് ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഐശ്വര്യങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് ഉത്കർഷത്തിനും കാരണമായി ഭവിക്കും. ബ്രാഹ്മണ ഗുണങ്ങൾ ഉള്ള വ്യക്തിയിൽ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ വളരെ സന്തുഷ്ടനാണെന്ന് സുദാമ വിപ്രനോടുള്ള ഭഗവാൻ കൃഷ്ണന്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. സുദാമാവ് എന്ന വിപ്രനെ പോലെ യോഗ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ സ്വാഭാവികമായിട്ടും കൃഷ്ണഭക്തനായിരിക്കും. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ വൈഷ്ണവനാണ്. അതായത് ബ്രാഹ്മണോ വൈഷ്ണവ എന്ന് അർത്ഥാത് ബ്രാഹ്മണൻ വൈഷ്ണവനാണ് എന്ന് പറയുന്നത്. ബ്രാഹ്മണോ പണ്ഡിത, ബ്രാഹ്മണൻ പണ്ഡിതനാണ് എന്നും ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണൻ ഒരിക്കലും വിദ്യാശൂന്യനോ വിഡ്ഢിയോ ആവില്ല. അങ്ങനെ രണ്ടു തരം ബ്രാഹ്മണരുണ്ട്, വൈഷ്ണവനും പണ്ഡിതനും. വിദ്യാസമ്പന്നൻ മാത്രമാണെങ്കിൽ പണ്ഡിത ബ്രാഹ്മണൻ എന്നും. ഭഗവാൻ കൃഷ്ണന് അങ്ങനെയുള്ളവരിൽ വളരെ പ്രീതിയൊന്നുമില്ല. ജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണൻ എന്നത് പരമപുരുഷനെ ആകർഷിക്കാൻ പറ്റിയ യോഗ്യതയുമല്ല. ശ്രീമദ് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും പോലുള്ള വൈദിക ശാസ്ത്രങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ യോഗ്യതകൾക്ക് പുറമെ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനും കൂടി ആയാലേ യോഗ്യത പൂർണ്ണമാകുകയുള്ളൂ.
അതായത് ശ്രീമദ് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും പോലുള്ള വൈദിക ശാസ്ത്രങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള യോഗ്യതകൾക്ക് പുറമെ ഭഗവാൻ കൃഷ്ണന്റെ അനന്യ പ്രിയപ്പെട്ട ഭക്തന് കൂടിയായാൽ മാത്രമേ യഥാർത്ഥ ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനുള്ള യോഗ്യത പൂർണ്ണമാകൂ എന്നാണ് പറയുന്നത്. വ്യക്തമായ ഉദാഹരണം സുദാമ വിപ്രൻ തന്നെയാണ്. വിഷയസുഖങ്ങളിൽ ഒന്നും ആസക്തിയില്ലാത്ത യോഗ്യനായിരിക്കുന്ന ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. അതേസമയം ഭഗവാൻ കൃഷ്ണന്റെ തികഞ്ഞ ഭക്തനുമായിരുന്നു. എല്ലാത്തരം ബലികളുടെയും തപശ്ചര്യകളുടെയും ഭോക്താവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ സുദാമ വിപ്രനെ പോലെയുള്ള ബ്രാഹ്മണരെ അത്യന്തം ഇഷ്ടമാണ്. അത്തരം ബ്രാഹ്മണനെ ഭഗവാൻ കൃഷ്ണൻ എത്രമാത്രം ആരാധിക്കുന്നുവെന്ന് സുദാമാവിനോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതിനാൽ സുദാമാവിനെ പോലുള്ള ഒരു ബ്രാഹ്മണ വൈഷ്ണവനായി തീരുക മാനുഷിക പൂർണ്ണതയുടെ മാതൃകാഘട്ടമാണ്. ഇവിടെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോ വിപ്രൻ യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനി ആയിരിക്കുന്ന ഒരാളാണ് ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ. അപ്പൊ സുധാമാവിനെ പോലെ ഒരു ബ്രാഹ്മണനായാൽ ഈ പറയുന്ന ഐശ്വരന്റെ കാരുണ്യ അരിദേഹത്തിന്, ഈശ്വരന്റെ കാരുണ്യ അതിരേകത്തിന് കാരണമായി ഭവിക്കും. ഭഗവാൻ തന്നെ ആ ഭക്തന്റെ സേവനം ചെയ്യുന്നതൊക്കെ നമുക്ക് സുധാമാവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നർത്ഥം. അതൊരു തരത്തിൽ ഒരു ഭക്തിഭാവത്തിലേക്ക് എത്തുന്ന ബ്രാഹ്മണനാണ് യഥാർത്ഥ വൈഷ്ണവനായി തീരുക എന്ന് ഇവിടെ എടുത്തു പറയുന്നു. മാനുഷിക പൂർണ്ണത എന്ന് പറയുന്നതും ഈ വൈഷ്ണവ ഭാവമാണ്. ഭഗവാൻ കൃഷ്ണനെ കീഴടക്കാനാവില്ലെങ്കിലും തൻ്റെ ഭക്തന്മാർക്ക് കീഴടങ്ങാൻ അദ്ദേഹം സമ്മതിക്കുമെന്ന് സുധാമാവിന് ബോധ്യമായി. ഭഗവാൻ തന്നോട് എത്ര കാരുണ്യവാനായിരുന്നുവെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. നിരന്തരം കൃഷ്ണനെ തന്നെ ചിന്തിച്ച് അദ്ദേഹം സദാ ധ്യാന നിമഗ്നനായിരുന്നു. ഇങ്ങനെ ഭൗതിക മാലിന്യങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇരുട്ട് അല്പമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് അത് മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടിരുന്നു. വളരെ വേഗം തന്നെ ജീവിതത്തിൻ്റെ പരിപൂർണതാ ഘട്ടത്തിലെത്തിയ പുണ്യാത്മാക്കളുടെ എല്ലാം ലക്ഷ്യമായിരിക്കുന്ന ആധ്യാത്മിക ധാമത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. സുധാമാവിൻ്റെയും ഭഗവാൻ കൃഷ്ണന്റെയും കഥ കേൾക്കുന്നവർക്കൊക്കെ ഭഗവാൻ കൃഷ്ണൻ സുധാമാവിനോട് പോലുള്ള ബ്രാഹ്മണരായിരിക്കുന്ന ഭക്തരോട് വളരെ വാത്സല്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ് ബോധ്യമാകുന്നതാണ്. സുഖദേവ മഹർഷി അതിനാൽ ഈ ചരിത്രം കേൾക്കുന്നവരൊക്കെ ക്രമേണ സുധാമാവിനെ പോലെ യോഗ്യന്മാരായി തീർന്ന് ഭഗവാൻ കൃഷ്ണന്റെ ആധ്യാത്മിക ധാമത്തിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ളത് തീർച്ചയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ആ കുചേലന്റെ പിന്നീടുള്ള ജീവിതം, അതായത് ദരിദ്ര ബ്രാഹ്മണനായിരുന്ന ആളെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്ക് ഉടമയായി മാറി ഭഗവാനെ ഒരു പ്രാവശ്യം ദർശനം നടത്തി വന്നപ്പോൾ തന്നെ യഥാശക്തി ഭഗവാന് കൊടുക്കാനുള്ളത് കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ തൊട്ട് യഥാർത്ഥത്തിൽ സുഖസമൃദ്ധിയിൽ അനായാസന ജീവിതം നയിക്കാനുള്ള വക കിട്ടിയപ്പോൾ അതും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ എനിക്ക് സാധിച്ചത് എന്ന പൂർണ്ണബോധ്യത്തോടു കൂടി ഞാനെന്ന ഭാവവും എൻ്റെ എന്നുള്ള ഭാവവും വിട്ടിട്ട് പൂർണ്ണമായിട്ട് ഈശ്വരഭാവത്തിൽ തന്നെ ജീവിതം നയിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണ ഗുണങ്ങളുള്ള വ്യക്തിയിൽ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ വളരെ സന്തുഷ്ടനാകുന്നത് കുചേലിനെ പോലെയുള്ളവരെയാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് ഭഗവാന്റെ പെരുമാറ്റത്തിൽ നിന്ന്, സുധാമാവിൻ്റെ സമീപത്ത് ഭഗവാന്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ് താനും. സുധാമാവിനെ പോലെ യോഗ്യനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ സ്വാഭാവികമായിട്ടും കൃഷ്ണ ഭക്തനായിരിക്കും. അവൻ ജന്മനാ തന്നെ വൈഷ്ണവനായിരിക്കും. അതുകൊണ്ട് അവൻ പണ്ഡിതനുമായിരിക്കാൻ സാധ്യതയുണ്ട്. ബ്രാഹ്മണൻ പണ്ഡിതനാണ് എന്ന് ചിലപ്പോൾ പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പം ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെയെങ്കിൽ അവൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ പണ്ഡിതനാണോ പാമരനാണോ എന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള യോഗ്യത ഉള്ളവരൊക്കെ ജ്ഞാനികളായിട്ട് മാറും, പണ്ഡിതന്മാരായിട്ട് മാറും എന്നതിലും സംശയം വേണ്ട. അപ്പം വൈഷ്ണവനും പണ്ഡിതനും അഥവാ വിദ്യാസമ്പന്നൻ മാത്രമാണെങ്കിൽ പണ്ഡിത ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കുന്നു.
ഭഗവാൻ കൃഷ്ണന് അങ്ങനെയുള്ളവരിൽ ചില പ്രത്യേക പ്രീതിയൊന്നുമില്ല. ജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണൻ എന്നത് പരമപുരുഷനെ ആകർഷിക്കാൻ പറ്റിയ യോഗ്യതയുമല്ല. ഭഗവത്ഗീതയും ഭാഗവതവും പോലുള്ള വൈദിക ശാസ്ത്രങ്ങൾ ആവശ്യപ്പെടുന്നത് പോലുള്ള യോഗ്യതകൾക്ക് പുറമെ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനും കൂടി ആയാലേ യോഗ്യത പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, നാരായണീയോ ഭാഗവതോ ഗീതയോ ഒക്കെ പഠിച്ചിട്ടുണ്ട്, എത്രയൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് കാണാപ്പാടം പഠിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ദൈവാധീനമുള്ളവർക്ക് മാത്രമേ അതിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ട് യഥാർത്ഥ ജ്ഞാനസിദ്ധി ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ പരമപുരുഷനെ, ജ്ഞാനിയായിരിക്കുന്ന ബ്രാഹ്മണൻ എന്നത് പരമപുരുഷനെ ആകർഷിക്കാൻ പറ്റിയ യോഗ്യതയുമല്ല. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാനുള്ള യോഗ്യതയിൽ ഉണ്ടെന്ന് പറയാൻ സാധ്യമല്ല. കാരണം സാത്വിക ഗുണത്തിൽ നിന്നും ഭക്തനും ആ യഥാർത്ഥത്തിൽ കറകളഞ്ഞ ഭക്തനും കൂടി, കൃഷ്ണന്റെ ഭക്തനും കൂടി ആയാലേ യോഗ്യത പൂർണ്ണമാകുകയുള്ളൂ. വ്യക്തമായ ഉദാഹരണം സുധാമാ വിഭ്രം തന്നെയാണ്. വിഷയസുഖങ്ങളിൽ നിന്ന് ആസക്തിയില്ലാത്ത യോഗ്യനായിരിക്കുന്ന ബ്രാഹ്മണനായിരുന്ന അദ്ദേഹം അതേസമയം ഭഗവാൻ കൃഷ്ണന്റെ തികഞ്ഞ ഭക്തനുമായിരുന്നു. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്കെല്ലാം ഐശ്വര്യങ്ങളും ഭഗവാനിൽ നിന്ന് കിട്ടിയാലും ഈ ഭക്തിയുടെ ശ്രേഷ്ഠത നിലനിർത്തുക തന്നെ വേണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ അഹങ്കാരവും നമ്മൾ കിട്ടുന്നതിലുള്ള ആ മത്സരത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലേക്ക് എത്തുന്നതും ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ജീവിതം നയിക്കേണ്ട കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ അതൊക്കെ അപകർഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ദുഃഖത്തിന് കാരണമായി തീരും. ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നതൊക്കെ നശിക്കാനും ഇടവരും എന്നർത്ഥം. അപ്പം ശ്രേയസ്സായിട്ട് മാറണമെങ്കിൽ സുധാമാവിനെ പോലെയുള്ളൊരു ബ്രാഹ്മണനായിട്ട് മാറണം എന്നർത്ഥം. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറണം. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഭഗവാന്റെ പെരുമാറ്റത്തിൽ പോലും നാം പലതും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ സുധാമാവിനെ പോലുള്ള ഒരു ബ്രാഹ്മണ വൈഷ്ണവനായി തീരുക എന്നത് ഒരു മാനുഷിക പൂർണ്ണതയുടെ മാതൃകാ ഘട്ടമാണ്. ഭഗവാൻ കൃഷ്ണനെ കീഴടക്കാനാവില്ലെങ്കിലും തൻ്റെ ഭക്തന്മാർക്ക് കീഴടങ്ങാൻ അധികം സമ്മതിക്കുമെന്ന് സുധാമാവിന് ബോധ്യമാവുകയും ചെയ്തു. ഭഗവാൻ തന്നോട് എത്ര കാരുണ്യവാനായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിരന്തരം കൃഷ്ണനെ തന്നെ ചിന്തിച്ച് അദ്ദേഹം സദാ ധ്യാനമഗ്നനായിരുന്നു. ഇങ്ങനെ ഭൗതിക മാലിന്യങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇരുട്ട് അല്പമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെ ഫലമായി അത് മുഴുവൻ തുടച്ച് നീക്കപ്പെട്ടിരുന്നു. അപ്പോൾ പൂർവ്വ കർമ്മബന്ധനങ്ങളെ കൊണ്ടാണ് ഭഗവാനെ കാണാൻ പോലും പറ്റാൻ സാധിക്കാതിരുന്നത്. എപ്പോൾ അതിന് സാധിച്ചോ അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന മാലിന്യങ്ങളെ കൂടെ കൂടിയ ദർശനം മാത്രമേ ഇല്ലാതെയാക്കാൻ സാധിച്ചു എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വളരെ വേഗം തന്നെ ജീവിതത്തിൻ്റെ പരിപൂർണതാ ഘട്ടത്തിലെത്തിയ പൂർണ്ണാത്മാക്കളുടെ എല്ലാം ലക്ഷ്യം ആധ്യാത്മിക ധാമത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോൾ സുധാമാവിൻ്റെ ആ ജീവിതം തന്നെ ആധ്യാത്മികമായ ഉയർച്ചയിലേക്ക് തന്നെയാണ് പോയത്. അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ സുധാമാ വിപ്രൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും കഥ കേൾക്കുന്നവർക്കൊക്കെ ഇത്ര ശ്രേഷ്ഠമായിട്ടിരിക്കുന്ന ആ കുചേലവൃത്തം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കൊക്കെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും എന്നുകൂടി പറയുന്നുണ്ട്. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്നുകൂടി എടുത്ത് ഇവിടെ ബ്രാഹ്മണരായിട്ടുള്ള ഭക്തരോട് പ്രത്യേകം പറയുന്നു. ബോധ്യമാകുന്ന സുഖദേവൻ ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത് ഈ ശുഖമഹർഷിയുടെ വചനങ്ങളാണ്. അതിനാൽ ഈ ചരിത്രം കേൾക്കുന്നവർക്കൊക്കെ ക്രമേണ സുധാമാവിനെ പോലെ യോഗ്യന്മാരായി തീർന്ന് ഭഗവാൻ കൃഷ്ണന്റെ ആധ്യാത്മിക ധാമത്തിലേക്ക് പരമപദത്തിലേക്ക് ഉയർത്തപ്പെടാം എന്നത് യാതൊരു സംശയവും വേണ്ട. അതാണ് ഇപ്രകാരം കുചേലന്റെ എന്ന ബ്രാഹ്മണന്റെ ആ ഭഗവാനുമായിട്ടുള്ള സമ്പർക്കവും ഭഗവാനുമായിട്ടുള്ള സംവാദവും ഒക്കെ യഥാർത്ഥത്തിൽ ഭക്തിയുത സേവനത്തിൻ്റെ പ്രീതാത്മകമായിട്ട് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തേണ്ടത് എന്താണെന്ന് ഒരു ബ്രാഹ്മണനും ഭഗവാനും തമ്മിലുള്ള ആ സംവാദത്തിലൂടെ അല്ലെങ്കിൽ അവരെ ഒന്നിച്ചുള്ള ജീവിതത്തിൽ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മാതൃകയായിട്ട് സ്വീകരിക്കേണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്രകാരം
കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ സുദാമ ബ്രാഹ്മണ ഇപ്രകാരമുള്ള ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്ന 80-ാം അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞു. 81-ാമത്തെ അധ്യായം ഭഗവാൻ കൃഷ്ണനും വൃന്ദാവനവാസികളെ കാണുന്നതാണ്. അല്ല, ഭഗവാൻ കൃഷ്ണനും ബലരാമനും വൃന്ദാവനവാസികളെ കാണാൻ പുറപ്പെടുന്നതാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണനും ബലരാമനും തങ്ങളുടെ മഹാനഗരിയായിരിക്കുന്ന ദ്വാരകയിൽ സ്വസ്ഥമായി കഴിയുമ്പോൾ കൽപ്പാന്തത്തിൽ അഥവാ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുമ്പോൾ സംഭവിക്കാറുള്ളത് പോലെ അപൂർവമായിട്ടുള്ള സമ്പൂർണ്ണ സൂര്യഗ്രഹണമുണ്ടായി. ഓരോ കൽപ്പാന്തത്തിലും കനത്ത മേഘങ്ങൾ സൂര്യനെ മൂടും. അതിൻ്റെ ഫലമായിട്ട് സ്വർലോകം വരെയുള്ള അധോലോകങ്ങളിൽ മുഴുവൻ കനത്ത മഴ തുടർച്ചയായിട്ട് പെയ്യും. ഈ ഗ്രഹണത്തെക്കുറിച്ച് ജ്യോതിശാസ്ത്രപരമായിട്ട് കണക്കൂട്ടലുകളുടെ അടിസ്ഥാനമാക്കി ബഹുജനങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിവ് നൽകിയിരുന്നു. അതിനാൽ സർവ്വ ആളുകളും സ്ത്രീ പുരുഷ ഭേദമന്യേ കുരുക്ഷേത്രത്തിലെ സമന്തപഞ്ചകം എന്ന പുണ്യസ്ഥലത്ത് സമ്മേളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഭഗവാന്റെ നേതൃത്വത്തിൽ ഈ പ്രഭാസം, അതായത് കുരുക്ഷേത്രത്തിലെ സമന്ത പഞ്ചകം എന്ന പുണ്യസ്ഥലത്ത് ദ്വാരകാവാസികളും മധുരവാസികളും അതോടൊപ്പം തന്നെ വൃന്ദാവനവാസികളും എല്ലാവരും കൂടെ ഒത്തുകൂടാൻ തീരുമാനിച്ചു ഭഗവാന്റെ നേതൃത്വത്തിൽ. ഇവിടെയാണ് വൃന്ദാവനവാസികളെ കാണാനൊരു അവസരം ഭഗവാൻ ഒരുക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ലോകത്തിലുള്ള ക്ഷത്രിയരെ മുഴുവൻ 21 വട്ടം വധിച്ച ശേഷം ഭഗവാൻ പരശുരാമന് യാഗം നടത്തിയ സ്ഥലമാണ് ഈ സമന്തപഞ്ചകം എന്ന് പറയുന്ന സ്ഥലം. അതാണ് അതിൻ്റെ പ്രസിദ്ധിയും. പരശുരാമൻ കൊന്നൊടുക്കിയ ക്ഷത്രിയന്മാരുടെ മുഴുവൻ രക്തം ഒരു അരുവിയായിട്ടൊഴുകി പരശുരാമൻ 5 വലിയ തടാകങ്ങൾ അവിടെ നിർമ്മിച്ചതായിട്ടും പറയുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.